ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സാറാസ് ഹെർബ്സ് ആൻഡ് സ്പൈസസ്. ഇന്ന് നമ്മൾക്കൊരു ക്രിസ്മസ് കുക്കീസ് നോക്കാം. വളരെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണിത്. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് 1 കപ്പ് ഷുഗർ, പൗഡേർഡ് ഷുഗർ വേണം. നമുക്കിത് അളന്നെടുത്തിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം. ഇനി നമ്മൾക്ക് പൊടിച്ച പഞ്ചസാര അളന്നെടുക്കാം. 1 കപ്പ്, അതാണ് ആവശ്യം. എന്നിട്ട് അത് സൈഡിലേക്ക് മാറ്റി വെക്കുക. ബട്ടർ 225 ഗ്രാമാണ് ആവശ്യം എടുത്തു വെച്ചിരിക്കുന്നത്. റൂം ടെമ്പറേച്ചറായി പോകാൻ നിങ്ങൾ അനുവദിക്കരുത്. കുറച്ച് തണുപ്പ് അതിന് കാണണം. അത് നമുക്ക് നല്ലവണ്ണം ഒന്ന് ബീറ്റർ വെച്ച് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്ററിന് പകരം ഒരു തടിത്തവി ഉപയോഗിച്ചാലും മതിയാകും. ബട്ടർ നല്ല ക്രീമി ആവുന്നിടം വരെ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. ബട്ടർ വീപ്പ് ചെയ്യുന്ന സമയം സൈഡിൽ നിന്നൊക്കെ ഇളക്കി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഈ സമയം നമുക്ക് പഞ്ചസാര 1 കപ്പ് എടുത്ത് വെച്ചിരിക്കുന്നത് പകുതിയായിട്ട് ഇട്ട് കൊടുത്ത് അതും നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം. ഈ സമയം നമുക്ക് ബാക്കി പകുതി കൂടി പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടി നല്ലവണ്ണം ക്രീമി ആവുന്നിടം വരെ മിക്സ് ചെയ്തെടുക്കുക. ബട്ടറും പഞ്ചസാരയും നല്ലവണ്ണം മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലവണ്ണം എല്ലാം കൂടി യോജിപ്പിക്കാം. ഈ സമയം 250 ഗ്രാം മൈദ എടുത്ത് ഈ ബാറ്ററിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. അത് ഓരോ കപ്പ് വീതം ഇട്ട് മിക്സ് ചെയ്യാം. ആദ്യം 1 കപ്പ് ഇട്ട് കൊടുക്കുക. പിന്നീട് അത് ഒന്ന് യോജിച്ച് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ കപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം 2 ടേബിൾ സ്പൂൺ പാൽ എടുത്തു വെച്ചത് അതുകൂടി ചേർത്ത് നമുക്ക് നല്ലവണ്ണം ഈ കുക്കിയുടെ മിക്സർ മിക്സ് ചെയ്തെടുക്കാം. കുക്കി ഡോ റെഡി ആയല്ലോ. ഇനി നമ്മൾക്ക് അത് പൈപ്പിംഗ് ബാഗിലേക്ക് ഫില്ല് ചെയ്തിട്ട് കറക്റ്റ് നോസിൽ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഓരോ കുക്കിയും പൈപ്പ് ചെയ്തെടുക്കാം. ഞാനിവിടെ വിൽട്ടൻ്റെ 1M എന്ന നോസിലാണ് എടുത്തിരിക്കുന്നത്. നമുക്കൊരു ടോൾ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ബാറ്റർ ഇതിനകത്ത് ഫില്ല് ചെയ്യാം. ബാറ്റർ എല്ലാം ഫില്ല് ചെയ്തിട്ട് അത് ടൈറ്റായിട്ട് സ്ക്വീസ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് ഓരോന്നും ഓരോ കുക്കിയുടെ ഷേപ്പിൽ നമുക്ക് പൈപ്പ് ചെയ്തെടുക്കാം. ഗ്രീസ് ചെയ്ത് ഒരു പാനിലേക്ക് വേണം പൈപ്പ് ചെയ്തിടാൻ കുക്കീസ്. അതേസമയം നമുക്ക് അവൻ കൂടി 170 ഡിഗ്രിയിലേക്ക് പ്രീഹീറ്റ് ചെയ്തിടണം. ഈ ഒരു ഷീറ്റിൽ 16 കുക്കീസ് കൊള്ളും. അത്രയും വെച്ചിട്ട് നമുക്ക് ക്രാൻബെറി അല്ലെ ചെറി കൊണ്ട് നമുക്കിത് ഡെക്കറേറ്റ് ചെയ്യാം ഓരോ കുക്കിയും. എന്നിട്ട് നമുക്ക് 170 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 20 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കാം.
ആദ്യത്തെ ബാച്ച് കുക്കീസ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്കത് കൂൾ ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് സെക്കൻഡ് ബാച്ച് കൂടി പൈപ്പ് ചെയ്തെടുത്തിട്ട് ബേക്ക് ചെയ്തെടുക്കാം. ആദ്യത്തെ ബാച്ച് ചെയ്ത പോലെ തന്നെ വീണ്ടും ഡെക്കറേറ്റ് ചെയ്തിട്ട് നമുക്കിത് 170 ഡിഗ്രിയിൽ 20 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കാം. കുക്കീസ് എല്ലാം ഇപ്പോൾ ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് പാനിലിരുന്ന് 10 മിനിറ്റ് തണുത്തതിന് ശേഷം വയർ റാക്കിലേക്ക് മാറ്റി നമുക്ക് വീണ്ടും തണുക്കാൻ അനുവദിക്കാം. നല്ലവണ്ണം തണുത്തതിന് ശേഷം മാത്രം കുക്കി ജാറിലിട്ട് വെക്കുക. വളരെ ടേസ്റ്റിയായ ക്രിസ്മസ് കുക്കീസ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ചായയുടെ കൂടെ കഴിക്കാം. ഒന്ന് രണ്ട് ടിപ്സ് പറയാനുണ്ട്. അതായത് നിങ്ങൾ ബട്ടർ എടുക്കുമ്പോൾ തീരെ അങ്ങ് തണുത്ത് പോകരുത്. അതായത് റൂം ടെമ്പറേച്ചർ ആയി പോകരുത്. കുറച്ച് തണുപ്പ് അതിന് വേണം. പിന്നെ റേഷ്യോ ഫ്ലവർ, ഷുഗർ, ബട്ടർ ഇതിൻ്റെ എല്ലാം റേഷ്യോ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ കറക്റ്റായിട്ട് എടുക്കണം. ബട്ടർ ഇവിടെയും കൂടിപ്പോയാൽ കുക്കീസ് ഫ്ലാറ്റായി പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അത് നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കണം. ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണേ. താങ്ക് യു. കുക്കി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇറ്റ്സ് വെരി യമ്മി. നന്നായിട്ടുണ്ട്. നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. Thank you friends for watching Sarah's Herbs and Spices. Merry Christmas to everyone.